Guys, welcome back to my channel. This is Shafna Shahjan. നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഗായ്സ്. നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് മുംബൈയിലാണ് ഗായ്സ്. സമയം ഇപ്പോൾ 9 മണിയാവാൻ പോകുന്നു. അപ്പം എല്ലാവരും ഉറക്കം എണീച്ചു, എല്ലാവരും പല്ല് തേച്ചു, മേഘിതൊക്കെ എണീച്ചതേ ഉള്ളൂ ഇപ്പോൾ. അപ്പം ഗായ്സ് അയ്യോ ചക്ക വീണു എടാ എടുത്തു നോക്കടാ. അപ്പം ഇതാ നമ്മള് മുംബൈ എത്താനായി ഒരു 10-15 കൂടെയാണുള്ളൂ, അരമണിക്കൂർ മാക്സിമം. ഇതാ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ യാത്ര ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ആകെ മുന്നിൽ ഒരു ദിവസം കൂടെ ഗൈസ്. അമാനുണ്ട് അപ്പുറത്ത്, കാണും 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 ഗൈസ്. എല്ലാവരും ഉണ്ട് നമ്മളിവിടെ. നമ്മൾ ബാക്കിയൊക്കെ വഴിയെ പറയുന്നത്. എന്തായാലും ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം. ഇനി വൈകിട്ടാണ് നമുക്ക് ട്രെയിൻ എടുത്തത് കണ്ണൂരേക്കുള്ളത്. അപ്പോൾ ടൈമുണ്ട് ഗൈസ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നു മുംബൈ. നോക്കാം നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ. അയ്യോ നമ്മൾ റീൽസ് കാണുന്ന ട്രെയിൻ ഇതാ ഗൈസ്. നമ്മൾ ഇത് ജൂൺ ഫിലിമിലൊക്കെ ഉണ്ട്. ഈ ഒരു ജൂൺ ഫിലിം അറിയില്ല, മറ്റേ ഇവളെ രജിസ്റ്ററിന്റെ അതിനകത്ത് അവര് ഒരു പാട്ട് സോങ് മൊത്തം ഈ ഒരു ട്രെയിനിലാണ്. ഏത് പാട്ട് പാടിയാണ് അതെനിക്ക് പറഞ്ഞിട്ട് എടുത്ത് യൂട്യൂബ് നോക്ക്. പാടിയ നീതാ നിർത്തി ഗായ്സ്, നമ്മളെ നിർത്തി. ഓ അടുത്തത് പോന്നു ഗായ്സ്, മെട്രോ ട്രെയിൻ പോന്നു ഗായ്സ്. അടി ഇത് നിന്നിട്ട് പോകുന്ന മെട്രോ കേട്ടോ. ആ മെട്രോ പോലത്തെ ട്രെയിനാണ് ഇത്, മെട്രോ പോലത്തെയാണ്. എടാ ബഗിടെ ഇത് മെട്രോ പോലത്തെ ട്രെയിനാണ്. എടാ ബഗിടാ എടാ അതിന്റെ അകത്ത് മറ്റേ ടൈപ്പാണ് അതന്നെ. ഇതിപ്പോ നമ്മളെ വന്ദേ ഭാരതല്ലേ അതുപോലെ സാധാരണ ഇത് വർക്ക് ചെയ്യാ. ഇതിപ്പോ നമ്മ തുറക്കുന്നല്ലേ ഇതല്ലോ, ഇതിന്റെ എല്ലാം ഡോറ് ഇത് ആടുന്ന് ഓപ്പറേറ്റ് ചെയ്യാ. മന്ദബുദ്ധി എനിക്ക് എന്താ അറിയാ, ഇനി അങ്ങനെ തന്നെ വിളിക്കും. പറഞ്ഞോടുക്ക്. അന്തേരിയിലെ സ്റ്റോപ്പ് ഉണ്ട് ഫുള്ള്. ഇത് ഇവിടെ കൊറേ ട്രാക്ക് ഉണ്ട് കേട്ടാ, ഇങ്ങനെ പോകുന്നുണ്ട് വെച്ച്. ഗസല്ല നോക്കൂ ഗൈസ്. നമ്മളിതാ മുംബൈ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ നമുക്ക് വൈകുന്നേരം 4 മണിക്കാറ്റാണ് ട്രെയിനുള്ളത്. 4 മണി 4:30 ആണ് ട്രെയിനുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കി ഇവിടുന്ന് 8 കിലോമീറ്റർ നീണ്ടുള്ള സ്റ്റേഷനിലേക്ക് പോകാം. സാർമാരൊക്കെ ഇറങ്ങുന്ന അത്രേ ഗായ്സ്. അപ്പോൾ നമ്മളിതാ മുംബൈയിലെത്തി ഗായ്സ്. ബോംബെ വേല തുപ്പുതാ ബോംബെ വേലയിലെത്തി. ഇവിടെ സീനുണ്ടോ കള്ളന്മാരെ ഉണ്ടാവല്ലേ? അപ്പോൾ ഈ സീനുള്ളതാ പറഞ്ഞാൽ അപ്പോൾ അധികം നേരം ഫോണിൽ ഇങ്ങനെ പൊക്കി വെക്കാൻ കഴിയില്ല. ബിക്കോസ് സീനാണ്, ഫോണെല്ലാം പോകും. അതിൻ്റെ ഇടയ്ക്ക് ജയദോന ഇത് നമ്മുടെ ജയദോന ഓടി അന്ന വന്നിട്ട് ബാബു റിങ്കാന്നെല്ലാം ബിസ്കെല്ലാം പോയിന്ന് അറിയില്ല. അടുത്ത ആടെ തന്നെടാ അടുത്ത സ്റ്റേഷനിലേക്ക് പോയത് ഗൈസ്. നമ്മളങ്ങനെ ഊബറിലാണ് പോകുന്നത് ഗൈസ്. ഈ ചങ്ങൻ്റെ പേരാണ് അറിയില്ല. എല്ലാവരും ഉണ്ട് ഗൈസ്. ലഗേജും കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകമാന്യത്തിലും സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്.
മുംബൈ എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥലമാണ്. നോക്കൂ ഗൈസ്, മുംബൈയിലെ ഫിലിമിലെല്ലാം കാണുന്ന ബ്രിഡ്ജ്. അയ്യോ, നമ്മളിതാ ലോഞ്ചിൽ കയറി ഇരുന്നിട്ടുള്ള ഗൈസ്. ഇതാ ദിയയിലെ കിടന്നുറങ്ങുകയാണ് ഗൈസ്. അനുസരമുണ്ട് ഗൈസ്. അപ്പം നമ്മളിതാ ഇങ്ങനെ 4 മണി വരെ ഇനി ഇവിടെയാണ് റെസ്റ്റിംഗ് ടൈം. പെർ ഹെഡ് 50 rupees വെച്ച് കൊടുത്തു. എല്ലാവരും ഉണ്ട് ഗൈസ്. ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ കഴിയണം. 4 മണിക്കാണ് നമ്മളെ ട്രെയിൻ. വൈശാഖ് സാറിൻ്റെ ഇരുത്തം നോക്കിയ ഗൈസ്. പാപം പ്രാവുകൾ പിച്ച വെച്ച് നടന്നോ. മുംബൈ എത്തിയിട്ടുള്ളൂ. തനിന്നറെ പുറത്തു വരാൻ തുടങ്ങി. കോളേജിലെത്തുന്നതിന് മുന്നേ പിടിച്ച് ഗസലെ വൈശാഖ് സാറിന്റെ തനിനേരം പുറത്തു വരാൻ തുടങ്ങി. സാറ് പറഞ്ഞേ വ്യാഴം വെള്ളി തന്നിരി. എന്തേ? സാറിനോട് സ്നേഹം മാത്രം, സാറിനോട് ഒന്നും പറയില്ല. വൈശാഖ് സാർ, നമ്മൾ പ്രതിഷേധിക്കോ സാറിന് മുന്നിൽ? അറ്റൻഡൻസ് തരോ സാർ? ഇതാ കോടിക്കണക്കിന് ആൾക്കാർ അടിയായി. ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഗൈസ്. ഒരു ട്രെയിനിൽ കയറാനുള്ള അടി നോക്കൂ ഗൈസ്. ഒരിഞ്ഞടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. ഗൈസ്, അവസാനം നമ്മളെ ട്രെയിൻ എത്തി ഗൈസ്. അപ്പുറത്തല്ലേ? അപ്പോൾ നമ്മളിതാ എല്ലാവരും ട്രെയിനിലേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 പ്ലാറ്റ്ഫോം നമ്പർ 4 പോവുകയാണ്. ടുമോറോ വി റീച്ച് അറ്റ് കണ്ണൂർ ഗൈസ്. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് വെച്ചാൽ നാളത്തെ നേതി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹലോ എല്ലാവരും കാല് ചുറ്റിയിടും. എന്തിന്റെ 115 ആ തന്നെ 18 എനിക്ക് 1 ലക്ഷം അടിച്ചത്. ഒരു ഇതുമില്ല. ഇനി എന്താണ് എന്നിട്ട് പുറക്കുന്ന ബില്ലുള്ളതാണ്. എന്റെ ആവശ്യം 1 lakh ആൾക്കാർ എല്ലാവർക്കും മന്തിയുണ്ട്. അന്നേരം എനിക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും പൈസ കിട്ടാൻ. ഗൾഫ് ട്രിപ്പ് അതിലത്രയും. അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മളെ ട്രെയിനിലേക്ക് എത്തിയിട്ട് ബാക്കി വിവരങ്ങൾ നമ്മൾ വരുന്നതായിരിക്കും ഗൈസ്. അഗ്രജിന് പാവം സൗണ്ടില്ല ഗൈസ്. പോട്ടെ. ആ മുടി കൊണ്ട് തല കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഗൈസ്? നമ്മളിവിടെ ഗോപിക ഉണ്ട് ഗൈസ്. ശരിക്കും ഗൈസ് കുടിക്കേ. അങ്ങനെ നമ്മളിതാ ട്രെയിനിലേക്ക് പോവാണ് ഗൈസ്. നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് ഗൈസ് മുംബൈയിലേക്ക്. നമ്മളിതാ ട്രെയിനിലേക്ക് പോയാണ് ഗൈസ്. നമ്മളെ G9, G10, G8 ഒക്കെയാണ് നമ്മളെ കമ്പാർട്ട്മെന്റ് വരുന്നത്. 3 കമ്പാർട്ട്മെന്റിലായിട്ടാണ് നമ്മളെ പിന്നെ ഇതുള്ളത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൾക്കാരായി G11 എത്തി ഗൈസ്. നമ്മളെ പറ്റിച്ചു ഗൈസ് ആ വണ്ടി. നമ്മളടുത്ത് പെട്ടെന്നൊന്ന് മാറി. G10 എത്തി ഗൈസ്. നമ്മളത് G8 ആണ് വരുന്നത്. നമ്മളിതാ ഒരു കുഞ്ഞുമോളെ കണ്ടോ? വെക്കണ്ട എടുക്കെടുക്ക്. വെയിറ്റ് സമയമുണ്ട്, കുറേ ടൈമുണ്ട്.
അതെ അതെ, -10 -12 ആയിരുന്നു നമ്മളുണ്ടായിരുന്നത്. -10 ആ 10 പറയുമ്പോൾ കൂടുതലാണ്. പിന്നെ മണാലിയിൽ -12 വരെ -10 -12 നൈറ്റ്. നമ്മള് ട്രെയിനിൽ കയറി ഗായ്സ്. നമ്മളെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഗായ്സ്. അതിൽ നോക്കും. ഹായ് ഹായ്. അതിൽ ഇപ്പോഴേ കിടക്കാൻ തുടങ്ങി. നമ്മളെല്ലാവരും കയറിയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി ഗൈസ്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഗൈസ്. അനീസിനെ കണ്ട ഗർഭിണിയായി വീട്ടിൽ പോകുമ്പോഴത്തേക്ക്. സാർ നേരത്തെ തിന്നുന്നുണ്ടില്ല ചോറും മീൻ പൊരിച്ചിട്ട് സ്വർഗം കിട്ടുമല്ലോ. റിച്ച് ലൈഫ്. ചോറ് മീൻ പൊരിച്ച് മുട്ട ഓംലേറ്റ് എന്തെല്ലോ വാങ്ങിച്ചു. സ്വർഗം നിന്നിട്ട് എന്താ അവസ്ഥ. റാപ്പിൽ ഒതുക്കി. സാർ ഇനി ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിലേ ഈ സ്ഥലത്ത് ഓർഡർ ചെയ്യണം. എന്നാലേ 6 മണിക്ക് എത്തൂ. അല്ലെങ്കിൽ പിന്നെ 10:30 നിങ്ങള് വലിയ ടീംസ്. മോശമാവും ആ രാവിലത്തെ ഉണ്ടാക്കിയത്. എന്തെല്ലാം തട്ടിപ്പാടാ. നീ ഒരു ബ്ലോഗറല്ലേ? കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇതിനാ കട്ട് ചെയ്യും. ഒരു സ്പൈഡർമാൻ ഗായ്സ് വെടിവെച്ചോണ്ട് പോകുന്നു ഗായ്സ്. പുഷ്രാബി 250 രൂപ മേടിച്ചു. അതിനോർന്നോർത്ത പോയിക്കോട്ടെ. അതിലൂടെ എത്ര 4-5 ഉണ്ടല്ലേ? എന്താ തിന്നാൻ പൂതിണ്ടാ? ഇല്ലേ? ആരെയും ഉത്തരവാദി തന്തയില്ലാത്ത കൊച്ചാണോടാ കൊച്ചു. ആര് പറഞ്ഞോ? നമ്മളിതാ ഫുഡിന് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇനിയിപ്പം ചില്ലി ചിക്കനും ബട്ടർ നാനും വരാനാണ്. അതുകൂടെ കഴിച്ചിട്ട് ഏകദേശം 12 മണിയാവാനായി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ നമ്മളിപ്പോ സംഗീതത്തിന്റെ ലൈഫ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഏതെങ്കിലും ഒരാളെ നമ്മളെ വ്ളോഗ് കാണുന്ന ഫസ്റ്റ് ഇയറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ ഒന്ന് സംഗീതത്തിന് റിക്വസ്റ്റ് അയക്കുക. പിന്നെ അവനുമായി സെറ്റ് ആകാൻ താല്പര്യം. നല്ല ലുക്കുള്ള ആക്ടിംഗ് ഉണ്ട്, നമുക്ക് കാണാം. ഫാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുക, സംഗീതത്തിന് മെസ്സേജ് അയക്കുക. വെയിറ്റ് ചെയ്യാണ്. ലൊക്കേഷൻ കണ്ണൂർ മുഖ്യം. പ്രൊഫഷണലായിട്ട് അറിയില്ല അപ്രോച്ച് ചെയ്ത ഒരാളാണ്. അത്രയും ഫാൻസ് ബേസ് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് കേസ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നല്ലൊരു കുട്ടിയാണ്. ആരായാലും ആർക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ടേക്ക് തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഫസ്റ്റ് ടേക്ക്. ബാക്കി എല്ലാ ആൾക്കാരും ഒരു 10-15 ടേക്ക് എടുക്കുന്ന സമയത്ത് സംഗീതത്ത് മാത്രമാണ് ഒറ്റ ടേക്കിൽ ശരിയാക്കിയിട്ടുള്ളത്. അത് സത്യം. എല്ലാരും നോക്കിയിരുന്ന അഭിനയം അല്ലേ? പറഞ്ഞോ ഏത് അഭിനയല്ലേ. പിന്നെ അതുപോലെ അഭിനയത്തിൽ മാത്രമല്ല ഒരു 10 ഏക്കർ സബർജല്ലിക്ക തോട്ടമുണ്ട്. ഇത് പ്രേമായി 2 ഏക്കർ ആപ്പിൾ തോട്ടം. പിന്നെ 3 ബിൽഡിംഗ് ഉണ്ടല്ലോ. റെന്റിന് കൊടുക്കാൻ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അത് മാത്രം മതി ജീവിക്കാൻ വേണ്ടിട്ട്. അതിന് കിട്ടുന്ന എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ടെന്നാ പറയുന്നത്. ഇതൊക്കെ ഒരു ടൈം പാസ് എന്നാ പറയുന്നത്. കാനറ ബാങ്കിന് സംഗീത് ബാങ്ക് ഓഫ് അസോസിയേഷൻ പുതിയ ബാങ്ക് കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി കണ്ണൂർ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 0 ബാലൻസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ. വിത്തൗട്ട് ഇൻട്രസ്റ്റ്. നമ്മളെല്ലാരും സജസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം. അതെ 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 അതെ. എല്ലാവർക്കും ഇതുപോലെ കോമഡി പീസ് ആണ്. അതെ അതെ എല്ലാവർക്കും ചിരിപ്പിക്കാൻ പറ്റണമെന്നില്ല.
ഒരു ക്യാരക്ടറാണ്. പിന്നെ എല്ലാരും മോട്ടറാക്കാൻ വേണ്ടിട്ട് ഇവനെ അത് പെർഫെക്റ്റ്. എല്ലാരും ഒന്ന് എന്തെങ്കിലും തിരിച്ചെടുത്താൽ മതി, ഒന്ന് ആടിക്കോളും അതിനനുസരിച്ച്. പിന്നെ സെറ്റാക്കി കൊടുക്കുന്നതിന് ഓടി നടന്ന ആൾക്കാരെ സെറ്റാക്കി കൊടുക്കുന്നത് എമ്മയാണ് ഇവൻ മാമ. അല്ല നമ്മൾ ആ വ്ലോഗ് പറയുമ്പോഴും അവന്റെ ആത്മാർത്ഥം നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കിയത് പരിധി ഇങ്ങനെ നോക്കിയെന്ന്. ഫസ്റ്റ് ഇയർസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കോർഡിനേറ്റർ ഉണ്ട്, ഫസ്റ്റ് ഇയറിലെ കോർഡിനേറ്റർ ഉണ്ട്. ഹായ് കൂടെ അയക്കണം. ആ ഒരു ഹായ്ക്ക് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റൈഡി താഴെ മെൻഷൻ കൊടുക്കാം. പാവം സാറിന് ഉക്കത്തെടുത്ത് നടത്താനാ. എല്ലാ സാറിന് ഉക്കത്തെടുത്ത് നടത്താനാ. മോളെ പ്രായം ഉണ്ടോ സാറിന്റെ? നല്ല പ്രായത്തിന് മകൻ കഴിച്ച അതുപോലത്തെ മോളുണ്ടായല്ലോ സാർ. അത് വിട് സാറ്, വിഷയം മറ്റേ ഐഡി നിർത്തിയിട്ട് എന്താന്ന് ഇയാൾക്ക് കടച്ചല്ല, കഴിയാത്ത സ്റ്റോപ്പിലെല്ലാം നിർത്തിയതാന്. നിങ്ങൾ ഓർഡർ ചെയ്ത് ഇയാൾ അറിഞ്ഞിട്ടുണ്ടോ സംശയമുണ്ട്. അതായിരിക്കണം നാട്ടിൽ കണ്ട എല്ലാ സ്റ്റേഷനിലും. ഇതാണ് നമ്മുടെ മേഘത്തൂട്ടൻ. ഇവനാണ് മേഘത്തിന്റെ മേഘത്തിന്റെ പ്രണയത്തിന്റെ കഥ പറയൂ. മേഘത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മേഘത്തിന്റെ ആ ഒരു ചിരി അത് കണ്ടാൽ തന്നെ എല്ലാവരും വായിട് ഒളിച്ചിരിക്കുന്നു. സാർ പറ. ഇതുപോലൊരു ചിരി SNG-യിൽ ഇല്ല. ശരി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം മേഘത്തിന്റെ ആ ആത്മാർത്ഥത നോക്കിയാ തപ്പുന്നതിന്റെ. ഇത് സങ്കീർത്തിന്റെ കഥ, ഇന്നത്തെ ഇതിന്റെ ഇത് സങ്കീർത്തിന്റെ കുറച്ച് ഫേമസ് ആയി അവൻ. അതുകൊണ്ട് അത് ആ ഒരു ഫെയിം യൂസ് ചെയ്തിട്ട് കമന്റ്സ് വായിക്കുന്നതാണ്. വായിക്കാനൊന്നുമില്ലല്ലോ, ലീലാമണിയല്ല മൊത്തം. എല്ലാരും താല്പര്യം അത് ഇഷ്ടപ്പെട്ടവരാണ്. സംഭവമൊന്നും അല്ല. എന്തിനാ അങ്ങനെ ചെക്കൻ നല്ല ഡീസന്റ് ആയിട്ട് ചെയ്തേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എല്ലാരും അവിടെ ആയാലും അത്രേ ഉള്ളൂ. നീ എന്റെ അത്ര ഒന്നും കാണിച്ചില്ല. കഴിഞ്ഞപ്പോഴേ സാത്വിക എന്റെ അവസ്ഥ കണ്ടില്ല. മേത്ത് ഇതെല്ലാം നീ നാണക്കാട്ടാ. പെമ്പിള്ളേർ വരെ ഇങ്ങനെ ഓടൂല. എന്നാലും എന്താ എന്റെ അവിടെ പോയിരുന്ന പോയപ്പോ ആയിക്കോട്ടെ, അവര് ചീത്ത പറഞ്ഞോട്ട് ഞാൻ കുഴപ്പമില്ല. ഞാൻ കുഴപ്പമില്ല. സാറിന് അവര് കൂക്കിയിട്ട് പോകുന്നു വൈകിട്ട്. സാർ ഇന്റർനെൽ കൊടുക്കണ്ട സാർ, ഒന്നും നിന്നിട്ടില്ലെങ്കിൽ. പിന്നെ ഇതല്ല, ഇത് അപ്പുറം കൊണ്ടുവരാൻ നമുക്ക് അറിയാലോ സാർ. മേത്ത് എന്ന് പറഞ്ഞാല് ട്രിപ്പിളിന്റെ ഭാഗ്യമാണെങ്കിൽ ചിരി. ഈ ചിരി ഭയങ്കര കാര്യമാണ്. മേഘത്ത് എന്ന് പറഞ്ഞാ ചങ്ങ നെഞ്ചട്ടിതാവും. ലിങ്കിടിനാ ഗൈസ്. നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇന്ന് കുറെ എന്താണ് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഇറങ്ങാലും പോലും അങ്ങനെ കുറെ പരിപാടിയെല്ലാം ഉണ്ടായത്. ട്രെയിൻ ആയതപ്പോ നിർത്തി ഫുഡ് വരെ നമുക്ക് കിട്ടിയില്ല. 12 മണിയായി, 1 മണി കഴിയുന്ന പറയുന്നത് എത്താൻ. മൊത്തത്തിൽ എല്ലാവരും സീനായിട്ടുള്ള ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടുഡേസ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. This is Shapna Shajan, this is Sangeet. Bye bye, signing off.